ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല സിലോഫിയ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. സിലോപ്പി എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു മീനിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്നുള്ളത് കൂട്ടുകാർക്ക് അറിയണ്ടേ? അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വറുക്കാനായിട്ട് മീൻ ഇവിടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുക്കാനുള്ള മീൻ നമ്മളൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 സ്പൂൺ വിനീഗർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിനീഗറും കൂടി ചേർത്ത് കൊടുത്ത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. മീൻ വറുക്കാനായിട്ട് പാൻ ഇവിടെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. കറിവേപ്പിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ തെറിക്കും. അപ്പോൾ പൊള്ളലൊന്നും വരാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഒന്ന് നമ്മൾ ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ മീൻ ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഫ്രൈ ആക്കുന്ന നമ്മുടെ മീൻ എന്തായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 സൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ തിരിച്ചിട്ട് നോക്കാം കേട്ടോ. ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. നമ്മൾ ലോ ഫ്ലെയിമിലല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് മെല്ലെ ആവുന്നേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ എല്ലായിടത്തും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. വെന്ത് നല്ല ഫ്രൈ ആവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവട്ടെ.
അപ്പോൾ ഫിഷ് ഫ്രൈ റെഡിയായോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട്, വൺ സൈഡ് നന്നായി ആയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഫുള്ളൊന്ന് നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എല്ലാം ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത ആ ഒരു സൈഡ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സിലോഫിയ ഫിഷ് ഫ്രൈ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണിത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ഒരു ഫിഷും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ പിന്നെ വേറെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്താലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇതാ അവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലേ ഈ ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.